നമ്മുടെ ജന്മദിനത്തിന്റെ കഥ പോലെയല്ല ഹബീബിന്റേത് എന്ന് ചില ആളുകളെങ്കിലും മനസ്സിലാക്കണം. നമ്മുടെ ജന്മത്തിന് എന്ത് പ്രസക്തിയാ ഉള്ളത്? ഹബീബിന്റെ ജന്മം അങ്ങനെയാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ ജന്മദിനം ലോകത്ത് ആഘോഷിക്കണം എന്ന് തീർത്തു പറയുന്നവരാണ് അശ്അരി പണ്ഡിതന്മാർ മുഴുവനും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിത് ചെയ്തില്ലല്ലോ, സ്വഹാബത്ത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കേണ്ട ഒരു സൽക്കർമ്മമല്ല ഇത്. എന്തുകൊണ്ട്? മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ഇസ്ലാമിൽ ഒരു നല്ല ആചാരം നിങ്ങൾ കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നവർക്കും അത് പിൻപറ്റുന്നവർക്കും അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞത് ആരാ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മൗലിദ് എതിർക്കുന്നവരൊക്കെ പറയുന്ന ചില ഹദീസുകളെ ഞാൻ ഖണ്ഡിക്കുകയാണ്. മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ, ഈ ദീനിന്റെ വിഷയത്തിൽ, മാ ലൈസ മിൻഹു, ദീനുമായി, ദീനിന്റെ ഉസൂലുകളുമായി, ദീനിന്റെ അഖീദയുമായി, ദീനിന്റെ അടിസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് ബിദ്അത്താണ്. ആ ബിദ്അത്ത് സയ്യിഅത്തായ ബിദ്അത്താണ്, അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മാ ലൈസ മിൻഹു അല്ലാത്ത മുഹ്ദസത്തുകൾ ഈ ദീനിൽ ഉണ്ടാകുമെന്നല്ലേ ഇതിനർത്ഥം. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന, ഒരു നല്ല ആചാരം, ഒരു നല്ല ഒരു അമൽ ഒരാൾ കൊണ്ടുവന്നാൽ, ഹബീബിന്റെ ഈ മദ്ഹ് പറയുമ്പോൾ ഇവിടെ മദ്ഹ് പ്രഭാഷണം നടക്കും, അത് ഹറാമാണോ? അല്ല. ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലും, വല്ല കുഴപ്പമുണ്ടോ? പുണ്യമല്ലേ? ഹബീബിന്റെ അപദാനങ്ങൾ വാഴ്ത്തും, ഭക്ഷണം വിതരണം ചെയ്യും, ഭക്ഷണം വിതരണം ചെയ്യണേ, പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്ഹ് പറയും, കുട്ടികൾ പറയും, വലിയവർ പറയും, ഹബീബിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് അല്ലാഹുവിന് ഇഷ്ടമല്ലയോ? ഇതിനേക്കാളും റബ്ബിന് ഇഷ്ടമുള്ള അമൽ എന്താണ്? ആ ഹബീബിനെയാണ് അനുസ്മരിക്കേണ്ട എന്ന് പറയാം. ബാക്കി ഏത് നാടകത്തിനും കൂടെ നിൽക്കുന്നതിന് തെളിവ് വേണ്ട, ഏത് ആഘോഷങ്ങൾക്കും നമ്മുടെ കുട്ടികൾ പോകുന്നതിനും തെളിവ് വേണ്ട. ഹബീബിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോഴേക്കും തെളിവിന്റെ പരമ്പര വേണം. എന്നിട്ട് അവര് പറയും കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, എല്ലാം ളലാലത്താണ് എന്ന് ഇതിനർത്ഥം വെച്ചത് 4 മദ്ഹബുകളിൽ ഒരു ഇമാമും അങ്ങനെ അർത്ഥം വെച്ചില്ല. പ്രഗത്ഭരായ പണ്ഡിതന്മാരാരും എല്ലാ പുതുതായി ഉണ്ടാകുന്നതും പിഴച്ചതാണ് എന്ന് ആരും അർത്ഥം കൊടുത്തിട്ടില്ല. ആരർത്ഥം കൊടുത്തത്? നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആളുകളും പിന്നെ കുറച്ച് പുറത്തുള്ള ബിദ്അത്തിന്റെ ചിന്താഗതിക്കാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഹബീബിന്റെ ശേഷം വന്ന മുഴുവൻ നല്ല കാര്യങ്ങളും ബിദ്അത്തായി തള്ളിക്കളയേണ്ടതാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയാൻ കഴിയോ? വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത് തങ്ങളുടെ കാലത്തുണ്ടോ? ഇല്ല. ഖുർആനെ ചട്ട വെച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഖുർആനിൽ ഹർഫുകൾക്ക് പുള്ളിയും കുത്തും കൊടുത്തിട്ടുണ്ടോ തങ്ങളുടെ കാലത്ത്? കൊടുത്തിട്ടില്ല. ഖുർആൻ നമ്മളെ കാണുന്ന പോലെ ജംഅ് ചെയ്തിട്ടുണ്ടോ, ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ടോ ഹബീബിന്റെ കാലത്ത്? ഇല്ല. എന്തുകൊണ്ട് ലോകം അതിനെ അംഗീകരിച്ചു? കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറഞ്ഞ ഹദീസിന്റെ അർത്ഥം അതല്ല എന്ന് ചെറിയ അറിവുള്ള ആളുകൾക്കറിയും, പരിഭാഷ മാത്രം വായിച്ച് നടക്കുന്നവർക്ക് അറിയില്ല എന്നതുകൊണ്ട്